തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്തവരെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അത് എന്തിനായിരുന്നെന്നും ആ തുക വർദ്ധിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ അനുച്ഛേദം 34(1) പ്രകാരമാണ് പൊതുതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനൊപ്പം നിശ്ചിത തുക ഡെപ്പോസിറ്റായി നൽകേണ്ടത്. മത്സരത്തിൽ ആകെ പോൾ ചെയ്യുന്ന വോട്ടുകളുടെ 1/6 നേടിയാൽ മാത്രമേ ഈ തുക തിരിച്ചു കിട്ടുകയുള്ളൂ. ജനാധിപത്യ പ്രക്രിയയെ അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളുന്നവർ മാത്രമാണ് മത്സരിക്കാനെത്തുന്നത് എന്ന് ഉറപ്പാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. 1996 മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവിഭാഗത്തിന് 500-ഉം സംവരണ വിഭാഗത്തിന് 250 രൂപയുമായിരുന്നു തുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 250, 125 എന്നിങ്ങനെയായിരുന്നു തുക. എന്നാൽ 1998 20 ഇരട്ടി വർധന കൊണ്ടുവന്നു. ചെറിയ തുകയായതിനാൽ മത്സരിക്കാൻ എത്തുന്നവരുടെ എണ്ണം കുത്തനെ ഉയർന്നതാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിച്ചത്. 10ഉം 15ഉം കടന്ന് 400-ലധികം പേരൊക്കെ ഒരു മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുന്ന സ്ഥിതി ഉണ്ടായി. 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിലെ നൽഗോണ്ട മണ്ഡലത്തിൽ 480 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാനുണ്ടായിരുന്നത്. ഇവരിൽ 477 പേർക്കും കെട്ടിവെച്ച കാശ് നഷ്ടമായിരുന്നു. അതേ വർഷം തന്നെ കർണാടകയിലെ ബെൽഗാമിൽ 456 പേരാണ് മത്സരിച്ചത്. ഇവരിൽ 454 പേർക്കും കാശ് നഷ്ടമായി. നൽഗോണ്ടയിൽ രൂക്ഷമായിരുന്ന കുടിവെള്ള പ്രശ്നം പൊതുശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥികളായവർക്ക്. ബെൽഗാമിനെ മഹാരാഷ്ട്രയ്ക്കൊപ്പം ചേർക്കണമെന്ന മറാത്തി സംസാരിക്കുന്ന ജനതയുടെ ആവശ്യമാണ് ബെൽഗാം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ കൂട്ടിയത്. ഇവിടെയൊക്കെ ബാലറ്റ് പേപ്പറിന് പകരം 50 പേജുള്ള ബാലറ്റ് ബുക്ക് തന്നെ തയ്യാറാക്കേണ്ടി വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ മൊടക്കുറിച്ചിക്കാണ് ആ റെക്കോർഡ്. 1996 തെരഞ്ഞെടുപ്പിൽ 1033 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ 1030 പേരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു. കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ ഉയർത്തി കർഷകരുടെ പ്രതിനിധികളായാണ് 1000-ഓളം പേർ മത്സരിച്ചത്. കൃത്യസമയത്ത് ബാലറ്റ് ബുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കാത്തതിനാൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് 1 മാസം മാറ്റിവെച്ചിരുന്നു. 65 പേജുള്ള ബാലറ്റ് ബുക്കും 1000-ഓളം ഭീമൻ പെട്ടികളും തയ്യാറാക്കി. മാത്രമല്ല വോട്ടിങ്ങിനായി 2 മണിക്കൂർ അധികം അനുവദിക്കുകയും ചെയ്തു. മത്സരിച്ച 3 പേർക്കൊഴികെ എല്ലാവർക്കും കെട്ടിവെച്ച കാശ് നഷ്ടമായി. 88 പേർക്ക് സ്വന്തം വോട്ട് പോലും കിട്ടിയില്ല എന്നതാണ് ഏറ്റവും രസകരമായ വസ്തുത. 158 പേർക്ക് 1 വോട്ട് മാത്രമാണ് കിട്ടിയത്. ഇത്തരത്തിൽ വലഞ്ഞപ്പോഴാണ് 1998 തുക വർദ്ധിപ്പിച്ചത്. നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 25,000 രൂപയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10,000 രൂപയുമാണ് കെട്ടിവെക്കേണ്ടത്. പട്ടികജാതി പട്ടികവർഗ സ്ഥാനാർത്ഥികൾക്ക് 12,500 രൂപ, 5,000 രൂപ എന്നിങ്ങനെയാണ് കെട്ടിവെക്കേണ്ടത്. തുക വർദ്ധിപ്പിച്ചെങ്കിലും അതൊന്നും നോക്കാതെ മത്സരത്തിന് ഇറങ്ങുന്നവർ ഇന്നും ഏറെയുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നേട്ടമാകുന്നത്. കോടികളാണ് ഇത്തരത്തിൽ കമ്മീഷൻ ലഭിക്കുന്നത്.